അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ശഅബാൻ മാസത്തിൻ്റെ വളരെ ശ്രേഷ്ഠതയുള്ള ഒരു വെള്ളിയാഴ്ച രാവിലേക്ക് നമ്മൾ കടന്നിരിക്കുന്നു. നാളെ വെള്ളിയാഴ്ച പകലാണ്. ശഅബാൻ മാസത്തിൻ്റെ 18ാമത്തെ രാവിലേക്ക് നമ്മൾ കടന്നു. നാളെ 18ാമത്തെ പകലാണ്, വെള്ളിയാഴ്ചയാണ്. ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന, ഉത്തരം കിട്ടുന്ന സമയമാണ്. പ്രത്യേകിച്ച് സ്വലാത്തുകളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ദുആ എന്നാൽ അള്ളാഹു വേഗത്തിൽ നമ്മുടെ ദുആ സ്വീകരിക്കും. ഇൻഷാ അല്ലാഹ് നമുക്ക് വളരെ വേഗത്തിൽ ദുആക്ക് ഉത്തരം കിട്ടുമെന്ന് മഹത്തുക്കൾ പഠിപ്പിച്ച ഒരു സ്വലാത്ത് നമുക്ക് പറഞ്ഞാലോ? ഈ സ്വലാത്ത് പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് നമ്മുടെ മജ്ലിസിലേക്ക് കിടക്കാം. എല്ലാവരും ഒന്നിച്ചു പറഞ്ഞു കേട്ടോ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, اللهم صل عليه وسلم. اللهم صل على محمد. 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 اللهم صل عليه وسلم. അല്ലാഹുവിലേക്ക് എപ്പോഴും നമ്മൾ തവക്കുൽ ചെയ്യുന്നവരാവണം. അത് പരിശുദ്ധമായ ശഅബാൻ മാസത്തിൽ പ്രത്യേകിച്ച്. ഇന്നിപ്പോൾ ഒരുപാട് രോഗങ്ങളും ഒരുപാട് അപകടങ്ങളൊക്കെ വ്യാപിക്കുന്ന കാലമാണ്. പ്രത്യേകിച്ച് നമ്മുടെ മക്കൾ, അവർക്കൊക്കെ അള്ളാഹുവിൻ്റെ വലിയ കാവലുണ്ടാവണം. അതുകൊണ്ട് എപ്പോഴും നമ്മൾ സ്വന്തമായി പറയണം, നമ്മൾ നമ്മുടെ ഭാര്യയ്ക്ക് വേണ്ടിയും ഭർത്താവിന് വേണ്ടിയും മക്കൾക്ക് വേണ്ടിയൊക്കെ ഈ ഒരു പുണ്യമായ വചനം എപ്പോഴും അവരെ മനസ്സിൽ കരുതി പറയണം. എന്താണത്? അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള കാവൽ കിട്ടാൻ വേണ്ടിയുള്ള പ്രത്യേകമായ ഒരു വചനമാണ്. ഏതാണത്? ബിസ്മില്ലാ മാഷാ അല്ലാഹ് തവക്കൽതു അലല്ലാഹ്. 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 ബിസ്മില്ലാ മാഷാ അല്ലാഹ്
തവക്കൽതു അലല്ലാഹ് ബിസ്മില്ലാഹ് മാഷാ അല്ലാഹ് തവക്കൽതു അലല്ലാഹ് ബിസ്മില്ലാഹ് മാഷാ അല്ലാഹ് തവക്കൽതു അലല്ലാഹ് ബിസ്മില്ലാഹ് മാഷാ അല്ലാഹ് തവക്കൽതു അലല്ലാഹ് ബിസ്മില്ലാഹ് മാഷാ അല്ലാഹ് തവക്കൽതു അലല്ലാഹ് ബിസ്മില്ലാഹ് മാഷാ അല്ലാഹ് തവക്കൽതു അലല്ലാഹ് ബിസ്മില്ലാഹ് മാഷാ അല്ലാഹ് തവക്കൽതു അലല്ലാഹ് ബിസ്മില്ലാഹ് മാഷാ അല്ലാഹ് തവക്കൽതു അലല്ലാഹ് ബിസ്മില്ലാഹ് മാഷാ അല്ലാഹ് തവക്കൽതു അലല്ലാഹ് ബിസ്മില്ലാഹ് മാഷാ അല്ലാഹ് തവക്കൽതു അലല്ലാഹ് ബിസ്മില്ലാഹ് മാഷാ അല്ലാഹ് തവക്കൽതു അലല്ലാഹ് ബിസ്മില്ലാഹ് മാഷാ അല്ലാഹ് തവക്കൽതു അലല്ലാഹ് ബിസ്മില്ലാഹ് മാഷാ അല്ലാഹ് തവക്കൽതു അലല്ലാഹ് ബിസ്മില്ലാഹ് മാഷാ അല്ലാഹ് തവക്കൽതു അലല്ലാഹ് ബിസ്മില്ലാഹ് മാഷാ അല്ലാഹ് തവക്കൽതു അലല്ലാഹ് ബിസ്മില്ലാഹ് മാഷാ അല്ലാഹ് തവക്കൽതു അലല്ലാഹ് ബിസ്മില്ലാഹ് മാഷാ അല്ലാഹ് തവക്കൽതു അലല്ലാഹ് ബിസ്മില്ലാഹ് മാഷാ അല്ലാഹ് തവക്കൽതു അലല്ലാഹ് ബിസ്മില്ലാഹ് മാഷാ അല്ലാഹ് തവക്കൽതു അലല്ലാഹ് ബിസ്മില്ലാഹ് മാഷാ അല്ലാഹ് തവക്കൽതു അലല്ലാഹ് ബിസ്മില്ലാഹ് മാഷാ അല്ലാഹ് തവക്കൽതു അലല്ലാഹ്. അല്ലാഹുവിൻ്റെ ഇസ്മുകൾ ഒരുപാടുണ്ട്. നമ്മൾ അസ്മാഉൽ ഹുസ്ന 99 ഇസ്മുകൾ പറയൂലേ, അതല്ലാത്ത രൂപത്തിലും ഇസ്മുകൾ വന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് മഹാന്മാരായ ഔലിയാക്കന്മാരൊക്കെ ചൊല്ലിക്കൊണ്ടിരുന്ന അള്ളാഹുവിൻ്റെ ചില ഇസ്മുകൾ നമുക്ക് ചേർത്ത് പറഞ്ഞാലോ? അള്ളാഹു താല ഇതിൻ്റെ വലിയ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസ പ്രതിസന്ധികളും അള്ളാഹു താല മാറ്റിത്തരട്ടെ. ചൊല്ലിക്കോ. യാ ഹന്നാനു യാ മന്നാനു യാ ദയ്യാനു യാ സുബ്ഹാൻ 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 യാ ഹന്നാനു യാ മന്നാനു യാ ദയ്യാനു യാ സുബ്ഹാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബിമാരോട് എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും എന്തായാലും നിങ്ങൾ പറഞ്ഞിരിക്കണം എന്ന് പരിചയപ്പെടുത്തിയ
എല്ലാവിധത്തിലുള്ള ആപത്ത്, മുസീബത്ത്, കണ്ണേറ്, സിഹ്റിനെ തൊട്ടുള്ള കാവൽ കിട്ടാൻ വേണ്ടിയുള്ള 2 ദിക്റുകൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് പറഞ്ഞാലോ? അല്ലാഹു തആല ഈ ദിക്റിന്റെ വലിയ മഹത്വം കൊണ്ട് എല്ലാ അപകടങ്ങളെ തൊട്ടും അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. എല്ലാ സിഹ്റും അല്ലാഹു തആല ബാത്തിലാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പറഞ്ഞു, ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. أعوذ بكلمات الله التامات من شر ما خلق. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. أعوذ بكلمات الله التامات من شر ما خلق. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. أعوذ بكلمات الله التامات من شر ما خلق. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. أعوذ بكلمات الله التامات من شر ما خلق. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. أعوذ بكلمات الله التامات من شر ما خلق. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. أعوذ بكلمات الله التامات من شر ما خلق. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. أعوذ بكلمات الله التامات من شر ما خلق. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. أعوذ بكلمات الله التامات من شر ما خلق. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. أعوذ بكلمات الله التامات من شر ما خلق. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. أعوذ بكلمات الله التامات من شر ما خلق. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. أعوذ بكلمات الله التامات من شر ما خلق. സ്വലാത്തുൽ ഫാത്തിമി നമുക്കൊന്ന് ചൊല്ലിയാലോ? ഏത് തരത്തിലുള്ള സ്വലാത്ത് ചൊല്ലിയാലും പുണ്യമായ ശഅബാൻ മാസത്തിൽ ഒരുപാട് നേട്ടമാണ് അല്ലേ? അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വാഹിലി, അതാണ് സ്വലാത്തുൽ ഫാത്തിമി. അതിന്റെ അർത്ഥം എന്താണെന്ന് പലരും ചോദിച്ചു. അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വഹലി, അല്ലാഹുവേ സ്വല്ലി, നീ ഗുണം കൊടുക്കണം, രക്ഷ കൊടുക്കണം, അലൻ നൂരി, ഞങ്ങളുടെ നൂറിന്റെ മേൽ, അതായത് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ് ആ ഉദ്ദേശം, നൂറിന്റെ മേൽ. അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വ അഹ്ലി, നബിതങ്ങൾക്ക് മാത്രമല്ല അവിടുത്തെ കുടുംബത്തിനും നീ ഗുണം കൊടുക്കണം അല്ലാ എന്നാണ് അതിന്റെ ഏകദേശം അർത്ഥം. നമുക്കൊന്ന് പറഞ്ഞാലോ? ചൊല്ലിക്കോ. അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വ അഹ്ലിഹി, 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 അല്ലാഹുമ്മ സ്വല്ലി അലൻ
النور وأهله اللهم صل على 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 النور وأهله വിശുദ്ധമായ സൂറത്തു യാസീനിലെ പുണ്യമായ ഒരു വചനമുണ്ട്. അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരൊക്കെ സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരുന്ന പുണ്യമായ ഒരു വചനമാണ്. അതൊരു ദിക്റായിട്ടും അതൊരു ദുആയായിട്ടും അതൊരു ഖുർആൻ ആയത്തായിട്ടും എങ്ങനെയാണെങ്കിലും നമുക്ക് ഓതാം. ഒരുപാട് നേട്ടങ്ങൾ അത് പറഞ്ഞാൽ കിട്ടുമെന്നാണ്. നമുക്കൊന്ന് പറഞ്ഞാലോ? അല്ലാഹു തആല ഈ വാചകത്തിൻ്റെ എന്തൊക്കെ ബർക്കാത്തുകളുണ്ടോ മുഴുവനും നമുക്ക് തരട്ടെ. പറഞ്ഞോ, സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം 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 സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം. പരിശുദ്ധമായ റജബ് മാസം കഴിഞ്ഞാലും ഷഅബാനിലാണ് നമ്മളുള്ളത്. ഈ ദുആ നമ്മൾ മറക്കാതെ പറയണേ. ഏത്? അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ.
അതിന് ഒരുപാട് നേട്ടങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്കതൊന്നിച്ച് എല്ലാവർക്കും പറയാം. അല്ലാഹു തആല കഴിഞ്ഞുപോയ റജബിൽ നമുക്ക് തന്നിട്ടുള്ള ബറക്കത്ത് അല്ലാഹു നിലനിർത്തി തരട്ടെ. ശഅബാനിൽ അല്ലാഹു തആല നമുക്ക് എല്ലാവിധ ഐശ്വര്യവും തരട്ടെ. റമദാൻ മാസത്തിലേക്ക് നമ്മളെ അല്ലാഹു ആഫിയത്തോടു കൂടി എത്തിക്കട്ടെ. പറഞ്ഞു اللهم بارك لنا في رجب وشعبان وبلغنا رمضان اللهم وفقنا فيه للصيام والقيام وتلاوة القرآن اللهم بارك لنا في رجب وشعبان وبلغنا رمضان اللهم وفقنا فيه للصيام والقيام وتلاوة القرآن اللهم بارك لنا في رجب وشعبان وبلغنا رمضان اللهم وفقنا فيه للصيام والقيام وتلاوة القرآن اللهم بارك لنا في رجب وشعبان وبلغنا رمضان اللهم وفقنا فيه للصيام والقيام وتلاوة القرآن اللهم بارك لنا في رجب وشعبان وبلغنا رمضان اللهم وفقنا فيه للصيام والقيام وتلاوة القرآن اللهم بارك لنا في رجب وشعبان وبلغنا رمضان اللهم وفقنا فيه للصيام والقيام وتلاوة القرآن اللهم بارك لنا في رجب وشعبان وبلغنا رمضان اللهم وفقنا فيه للصيام والقيام وتلاوة القرآن اللهم بارك لنا في رجب وشعبان وبلغنا رمضان اللهم وفقنا فيه للصيام والقيام وتلاوة القرآن اللهم بارك لنا في رجب وشعبان وبلغنا رمضان اللهم وفقنا فيه للصيام والقيام وتلاوة القرآن اللهم بارك لنا في رجب وشعبان وبلغنا رمضان اللهم وفقنا فيه للصيام والقيام وتلاوة القرآن اللهم بارك لنا في رجب وشعبان وبلغنا رمضان اللهم وفقنا فيه للصيام والقيام وتلاوة القرآن اللهم بارك لنا في رجب وشعبان وبلغنا رمضان اللهم وفقنا فيه للصيام والقيام وتلاوة القرآن اللهم بارك لنا في رجب وشعبان وبلغنا رمضان اللهم وفقنا فيه للصيام والقيام وتلاوة القرآن അല്ലാഹുവിൻ്റെ ഇസ്മുകൾ ഒരുപാടുണ്ട്. നമ്മൾ അസ്മാഉൽ ഹുസ്ന 99 ഇസ്മുകൾ പറയൂലേ, അതല്ലാത്ത രൂപത്തിലും ഇസ്മുകൾ വന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് മഹാന്മാരായ ഔലിയാക്കന്മാരൊക്കെ ചൊല്ലിക്കൊണ്ടിരുന്ന അള്ളാഹുവിൻ്റെ ചില ഇസ്മുകൾ നമുക്ക് ചേർത്ത് പറഞ്ഞാലോ? അള്ളാഹു തആല ഇതിൻ്റെ വലിയ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസ പ്രതിസന്ധികളും അള്ളാഹു തആല മാറ്റിത്തരട്ടെ. ചൊല്ലിക്കോ. യാ ഹന്നാനു യാ മന്നാനു യാ ദയ്യാനു യാ സുബ്ഹാൻ 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 യാ ഹന്നാനു യാ മന്നാനു യാ ദയ്യാനു യാ സുബ്ഹാൻ
യാ ഹന്നാനു യാ മന്നാനു യാ ദയ്യാനു യാ സുബ്ഹാൻ യാ ഹന്നാനു യാ മന്നാനു യാ ദയ്യാനു യാ സുബ്ഹാൻ യാ ഹന്നാനു യാ മന്നാനു യാ ദയ്യാനു യാ സുബ്ഹാൻ യാ ഹന്നാനു യാ മന്നാനു യാ ദയ്യാനു യാ സുബ്ഹാൻ യാ ഹന്നാനു യാ മന്നാനു യാ ദയ്യാനു യാ സുബ്ഹാൻ യാ ഹന്നാനു യാ മന്നാനു യാ ദയ്യാനു യാ സുബ്ഹാൻ യാ ഹന്നാനു യാ മന്നാനു യാ ദയ്യാനു യാ സുബ്ഹാൻ യാ ഹന്നാനു യാ മന്നാനു യാ ദയ്യാനു യാ സുബ്ഹാൻ യാ ഹന്നാനു യാ മന്നാനു യാ ദയ്യാനു യാ സുബ്ഹാൻ യാ ഹന്നാനു യാ മന്നാനു യാ ദയ്യാനു യാ സുബ്ഹാൻ യാ ഹന്നാനു യാ മന്നാനു യാ ദയ്യാനു യാ സുബ്ഹാൻ യാ ഹന്നാനു യാ മന്നാനു യാ ദയ്യാനു യാ സുബ്ഹാൻ. സ്വലാത്ത് എത്ര കണ്ടാലും ചൊല്ലിയാൽ മതി വരാത്ത ഒരു മാസമാവണം ഈ പരിശുദ്ധമായ ശഅബാൻ മാസം. അല്ലാഹു തആല സ്വലാത്ത് അധികരിപ്പിക്കും തോറും നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ ദുനിയാവിലും ആഖിറത്തിലും തരും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നമ്മുടെ മനാമിൽ സ്വപ്നത്തിൽ മുത്തായ ഹബീബിനെ കാണാൻ, ആ റൗദാ ഷരീഫ് സിയാറത്ത് ചെയ്യാൻ, ഹൗദുൽ കൗസറിൽ നിന്നും നബിതങ്ങളുടെ കൈകൾ കൊണ്ട് കോരിത്തരുന്ന ആ പാനീയം കുടിക്കാൻ, നബിയോടൊപ്പം സ്വർഗത്തിൽ അള്ളാനെ കണ്ടിരിക്കാൻ പടച്ചവൻ നമുക്ക് വലിയ അവസരം തരട്ടെ. അതിനുവേണ്ടി ചൊല്ലിക്കോ, മനസ്സിൽ കരുതി ചൊല്ലിക്കോ. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്
സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇന്നത്തെ മജ്ലിസ് പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്. ഒരുപാട് ദിക്റുകളും സ്വലാത്തുകളും തസ്ബീഹുകളും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല ഖബൂൽ ചെയ്യട്ടെ. അനവധി ആളുകൾ ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി നമ്മൾ ദുആരക്കും. പ്രത്യേകിച്ച് കമന്റിലൂടെയൊക്കെ ദുആ വസിയത്ത് പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട്. എല്ലാവർക്കും വേണ്ടി നമ്മൾ മൊത്തത്തിൽ ദുആരക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് സൂറത്തുൽ ഫാത്തിഹ ഇഖ്ലാസ് ഒക്കെ ഓതിട്ട് ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് കടക്കാം. إلى حضرة نبينا وحبيبنا مصطفى محمد صلى الله عليه وسلم وإلى حضرات أهل الخير والفضل كلهم أجمعين وإلى حضرات من ماتوا منا يا رب العالمين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. ഇൻഷാ അല്ലാഹ് മൊത്തത്തിൽ നമ്മൾ എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യാൻ പോകുന്നു. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ആമീൻ പറയട്ടോ. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. لا إله إلا أنت سبحانك إني كنت من الظالمين. അർഹമുർ റഹീമീനായ കരുണയുള്ള രാജാതിരാജനായ റഹ്മാനെ പടച്ച റബ്ബേ, ഞങ്ങളെ ഒരുമിച്ച് കൂടൽ നീ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ ചെയ്തു പോയ എല്ലാ അബദ്ധങ്ങളും എല്ലാ തെറ്റുകുറ്റങ്ങളും നീ വിട്ടുപുറത്തു മാപ്പാക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങൾ, ഞങ്ങളുടെ ഭർത്താക്കന്മാര്, കൂട്ടുകാര്, നാട്ടുകാര്, വേണ്ടപ്പെട്ടവര് എല്ലാവരുടെയും ഖബർ ജീവിതം നീ സന്തോഷത്തിലാക്കണേ അല്ലാ, സമാധാനത്തിലാക്കണേ അല്ലാ, ഐശ്വര്യത്തിലാക്കണേ അല്ലാ. പുതിയാപ്പിള ഉറങ്ങുന്നത് പോലെ, പുതുപ്പെണ്ണ് ഉറങ്ങുന്നത് പോലെ ഉറങ്ങിക്കൊള്ളാൻ മലക്കുകൾ പറയുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹുവേ അവരെയും നാളെ ഞങ്ങളുമൊക്കെ മരിച്ചു പോവേണ്ടവരാണ്, ഞങ്ങളെയും നീ ഉൾപ്പെടുത്തണേ അല്ലാ. പടച്ചവനെ, ഈമാൻ തരണേ അല്ലാ, ഇഖ്ലാസ് തരണേ അല്ലാ, തഖ്വ തരണേ അല്ലാ. അല്ലാഹുവേ, തെറ്റുകളിൽ നിന്നും മാറി നിൽക്കാനുള്ള നല്ല ബോധം തരണേ അല്ലാ, നന്മകൾ അധികമായി ചെയ്യാനുള്ള അവസരം തരണേ അല്ലാ. പരിശുദ്ധമായ പരിപാവനമായ വിശുദ്ധമായ റജബ് മാസമൊക്കെ കടന്നുപോയി ഞങ്ങളിപ്പോൾ ഉള്ളത് വിശുദ്ധമായ പുണ്യങ്ങളേറെ നിറഞ്ഞ ശഅബാൻ മാസത്തിലാണ്. റബ്ബേ, ശഅബാൻ മാസത്തിന്റെ ഓരോ ദിനരാത്രങ്ങളും ഇങ്ങനെ കടന്നു പോകുന്നു. ചെയ്യുന്ന അമലുകൾ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ ദിക്റിന്റെ മജ്ലിസ് നീ കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ഖുർആൻ പാരായണം, ഞങ്ങളുടെ നോമ്പുകൾ, റഹ്മാനെ, ഞങ്ങൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും, പ്രത്യേകിച്ച് ഞങ്ങളുടെ ഈ മജ്ലിസ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും നീ കബൂലാക്കി അനുഗ്രഹിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. പടച്ചവനെ, ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും ദുരിതങ്ങളും ഉള്ളവരാണ് ഞങ്ങൾ ഓരോരുത്തരും. എല്ലാ പ്രയാസ പ്രതിസന്ധികളും എന്തൊക്കെയാണെന്ന് നിനക്കറിയാം. നീ മാറ്റി എല്ലാവിധ ഖൈറും തരണേ അല്ലാ. ജീവിതത്തിൽ ബറക്കത്തും സലാമത്തും തരണേ അല്ലാ, ഐശ്വര്യം തരണേ അല്ലാ.
അള്ളാഹുവേ, വിവാഹപ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാതെ വിഷമിക്കുന്ന ഒരുപാട് സഹോദരിമാര് സഹോദരങ്ങൾ, ഖൈറായ ഇണകൾ അവർക്ക് നീ കൊടുക്കണേ അല്ലാ. കല്യാണം കഴിഞ്ഞിട്ട് വർഷങ്ങളായി മക്കളില്ലാതെ വിഷമിക്കുന്നവർ, ഖൈറായ മക്കളെ കൊടുക്കണേ റബ്ബേ. അള്ളാഹുവേ, വീട് പണി നടക്കുന്നവരുണ്ട്, വീട് പണി എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. സ്വന്തമായി വീടില്ലാത്തവരുണ്ട്, നല്ല വീട് കൊടുക്കണേ അല്ലാ. ജോലിയില്ലാത്തവരുണ്ട്, ജോലി കൊടുക്കണേ അല്ലാ. ആരോഗ്യമില്ലാത്തവരുണ്ട്, അള്ളാഹുവേ ഞങ്ങൾക്ക് ആരോഗ്യം തരണേ അല്ലാ. ഞങ്ങളുടെ രോഗങ്ങൾക്ക് ശിഫ തരണേ അല്ലാ. അല്ലാഹുവേ, കമന്റിലൂടെയും അല്ലാതെ നേരിട്ടും ഫോൺ വിളിച്ചും അല്ലാതെയൊക്കെ ദുആ വസിയത്ത് പറയുന്ന 100 സഹോദരി സഹോദരന്മാർ, റഹ്മാനെ അവരുടെ പ്രയാസ പ്രതിസന്ധികൾ മാറ്റി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ ഞങ്ങളുടെ രോഗങ്ങൾക്ക് ശിഫ തരണേ അല്ലാ. അല്ലാഹുവേ, മരുന്ന് കഴിച്ചിട്ടും മാറാത്ത രോഗങ്ങൾ തന്ന് നീ പരീക്ഷിക്കല്ലേ അല്ലാ. അല്ലാഹുവേ, ക്യാൻസർ രോഗം തരല്ല റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ വയറിന്റെ ഉള്ളിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന, പല അസുഖങ്ങൾ ഉണ്ടാകുന്ന കാലമാണ്, നീ കാക്കണേ അല്ലാ. എപ്പോഴാണെങ്കിലും ഞങ്ങൾ മരിക്കുന്ന സമയത്ത് റബ്ബേ, ആരോടും വെറുപ്പില്ലാതെ നിന്റെ തൃപ്തി മാത്രം കാംക്ഷിച്ചുകൊണ്ട് റഹ്മാനെ ഒരുപാട് അമലുകൾ ചെയ്ത് എല്ലാവരോടും സലാം പറഞ്ഞ് എല്ലാവരോടും പൊരുത്തം ചോദിച്ച് കെലിമ പറഞ്ഞ് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു ഷഹീദിന്റെ പ്രതിഫലം കിട്ടുന്ന നല്ല മരണം തരണേ അല്ലാ. അല്ലാഹുവേ, പടച്ച റബ്ബേ, ഞങ്ങളിൽ ഒരുപാട് പേർക്ക് കടങ്ങളുണ്ട്, കടങ്ങൾ വീട്ടാനുള്ള എളുപ്പ വഴി തുറന്നു തരണേ റഹ്മാനെ. പരിശുദ്ധമായ ശഅബാൻ, ഈ ശഅബാനിൽ ഞങ്ങൾക്ക് നീ ബറക്കത്ത് തരണേ അല്ലാ. റമളാൻ മാസത്തിലേക്ക് ഞങ്ങളെ എത്തിക്കണേ റബ്ബേ. റമളാനിൽ ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള അവസരം തരണേ അല്ലാ. ലോക മുസൽമാന് നീ ഇസ്സത്ത് കൊടുക്കണേ അല്ലാ, അഭിമാനം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഈ ആമീൻ പറയുന്ന സഹോദരിമാര്, ഉമ്മമാര്, സഹോദരങ്ങൾ, ഞങ്ങൾക്കെല്ലാം ഒരുപാട് വിഷമ പ്രയാസങ്ങളുണ്ട്, എല്ലാം നീ മാറ്റിത്തരണേ അല്ലാ. ഞങ്ങളുടെ മനസ്സിൽ ഒരുപാട് ഹലാലായ മുറാദുകളുണ്ട്, നീ ഹാസിലാക്കി തരണേ അല്ലാ. പടച്ച റബ്ബേ, ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ അല്ലാ. തട്ടിക്കളയല്ലേ റഹ്മാനെ. മുത്തായ ഹബീബിനെ സ്വപ്നം കാണാനുള്ള അവസരം തരണേ അല്ലാ. ഈ മാസം ഞങ്ങൾ ചൊല്ലുന്ന സ്വലാത്തുകൾ നീ കബൂലാക്കണേ അല്ലാ. ഈ വർഷം ഹജ്ജിന് പോവാൻ ആഗ്രഹിക്കുന്നവർ, ഉംറക്ക് പോവാൻ ആഗ്രഹിക്കുന്നവർ എല്ലാവർക്കും ഖൈറായ സമയത്ത് ആ പുണ്യമായ മക്കയിലും മദീനയിലും ചെല്ലാൻ, നല്ലപോലെ ഇബാദത്ത് എടുക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീക്ക് തരണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കള് എക്സാമുകൾ വരികയാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കൾക്ക് നല്ലപോലെ പഠിക്കാനും ആ മക്കൾ എഴുതുന്ന പരീക്ഷകളിൽ ഉന്നതമായ മാർക്കോടുകൂടി പാസ്സാവാനുള്ള തൗഫീക്ക് കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളെയെല്ലാം സ്വാലിഹീങ്ങളാക്കണേ അല്ലാ, സ്വാലിഹാത്തുകളാക്കി വളർത്തണേ അല്ലാ. അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ, ആക്സിഡന്റുകളെ തൊട്ട് കാക്കണേ അല്ലാ. പരിശുദ്ധമായ ശഅബാനിന്റെ സുന്ദരമായ ദിനരാത്രങ്ങളിലൂടെയാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങളെല്ലാവരെയും നീ ഖബൂലിയത്ത് ഉള്ളവരിൽ ഉൾപ്പെടുത്തണേ അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹ്, നമ്മുടെ മജ്ലിസ് തൽക്കാലം നമ്മൾ നിർത്തുന്നു. നാളെയും നമ്മുടെ മജ്ലിസ് ഉണ്ടാകും, എല്ലാവരും പങ്കെടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചൊല്ലിയതും പറഞ്ഞതും എന്തെല്ലാം കാര്യങ്ങളുണ്ടോ എല്ലാത്തിനും അല്ലാഹു തആല ഒരുപാട് പ്രതിഫലങ്ങൾ നൽകട്ടെ. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും അല്ലാഹു തആല പരിഹാരം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ നാളെ കാണാം. ശരി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.